ചിന്തിക്കുമ്പോൾ നമ്മൾ എത്ര വർഷം നമുക്ക് കൊച്ചിയിൽ ജീവിക്കാൻ പറ്റുമെന്ന് നമ്മൾ പേടിച്ചു പോകുന്നു. അതേ പറയുമ്പോഴേ പ്രളയവും കോവിഡും കഴിഞ്ഞിട്ട് നന്നാകാത്ത കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഒരുപാട് പേരുണ്ട്. പിന്നെ ഷാജോണുമായിട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, കാരണം അവാർഡ് ഭിന്നിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ചേച്ചി ആദ്യമായിട്ട് ചെയ്യുമെന്ന് തോന്നില്ല കേട്ടോ. അത് കേട്ടോട് കൂടിയിട്ട് പിന്നെ ഒരു കോൺഫിഡൻസ് ആയി. പിന്നെ വർക്കുകൾ ചെയ്യുമ്പോൾ എല്ലാവരും ഡയറക്റ്റ് കുഴപ്പം മുഴുവൻ ഉണ്ടാക്കി. ഒരു മുഴുനീള കഥാപാത്രമാണെന്ന് എനിക്ക് അങ്ങനെ അത് തോന്നിയില്ല പറഞ്ഞപ്പം. പക്ഷെ ചെയ്തു വന്നപ്പോൾ വളരെ മനോഹരമായെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഷാജോണിന് അതിന് പേടിയുണ്ട്. സ്ത്രീയൊക്കെ ഇറങ്ങിയ സമയത്ത് ചാടയായിരുന്നു ഇവൻ, ആ സമയത്തൊന്നും മൈൻഡ് ചെയ്തില്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ എങ്ങനെ കയറി വരുമെന്ന് ഓർത്തിട്ടാ. എമ്പുരാനിൽ എങ്ങനെയാണ്? എമ്പുരാൻ എന്നെ ലൂസിഫറിൽ കൊന്നു കളഞ്ഞല്ലോ. രാജുവിനെ ഞാൻ വിളിച്ചു പറഞ്ഞു, ഒരു സൂചന തന്നിരുന്നെങ്കിൽ ഞാൻ ഒഴിഞ്ഞു മാറിയെന്ന് പറഞ്ഞു. എല്ലാവരും ഡയലോഗ് പഠിച്ചു വെക്കും. ഞങ്ങളുടെ ഡയലോഗ് എല്ലാം പറഞ്ഞു തരും, അവന്റെ ഡയലോഗ് തെറ്റിക്കുകയും ചെയ്യും. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 3 അതിഥികൾ, 3 പേർക്ക് സ്വാഗതം. താങ്ക് യു സോ മച്ച്. എന്തായി ഇതുവരെ റിലീസ് ആവുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ്. ഒരു നല്ല സിനിമ, അതിന്റെ പ്രതീക്ഷകളിലൊക്കെയാണ് ഞങ്ങള്. അപ്പൊ അതൊക്കെ ഒന്ന് അലിയുമായി സംസാരിക്കുക. വളരെയധികം പ്രതീക്ഷയിലാണ് അല്ലേ? നമുക്കറിയാം, ഇന്ന് ഏറെക്കുറെ 1 വർഷം തികയുന്നു ബ്രഹ്മപുരം അല്ലേ? ഹാൻഡ് തീ കത്തിയതുമായി ബന്ധപ്പെട്ടൊക്കെ അന്നൊക്കെ അനുഭവിച്ചതാണ്. അതിനു മുമ്പേ ഈ കഥ വന്നു എന്നാണ് ഷൂട്ട് തുടങ്ങി അല്ലേ? എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയാണ് ഈ അനിൽ തോമസ് ഇതിലേക്ക് വരുന്നത്? ഇത് കഥ കേൾക്കുമ്പോഴും ഷൂട്ട് ചെയ്യുമ്പോഴും ഈ പ്ലാന്റ് ഒന്നും തീ പിടിച്ചിട്ടില്ല. എന്നോട് അല്ലേട്ടൻ ഈ കഥ എന്ന് പറയുന്നത് നമ്മുടെ കൊറോണയ്ക്കൊക്കെ ശേഷം 2022 ഒരു തുടക്കത്തിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതുവരെ എന്നെ സംബന്ധിച്ച് ഞാൻ 20 വർഷമായിട്ട് കൊച്ചിയിൽ താമസിക്കുന്ന ആളാണ്. അപ്പോൾ അതുവരെ ഒരു പേപ്പറിൽ 1-2 കോളത്തിൽ വരുന്ന ഒരു വാർത്ത മാത്രമായിരുന്നു ബ്രഹ്മപുരം വിഷയത്തെക്കുറിച്ചുള്ള എൻ്റെ അറിവ്. അത് നമ്മൾ വായിക്കുന്നു, നമ്മൾ വിടുന്നു. പക്ഷെ അല്ലേട്ടൻ വന്ന് കഥ പറഞ്ഞപ്പോഴാണ് ഇത് ഇത്രയധികം ഇത്രയധികം ആളുകളുടെ ജീവന് ഭീഷണിയായിട്ടുള്ളൊരു കാര്യമാണ്. ഇത്രയധികം ആളുകൾ ഇതുകൊണ്ട് സഫർ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുന്നു. അപ്പോൾ ഇത് എന്തുകൊണ്ടും ഈ സിനിമ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ തന്നെ ഒരു വൺലൈൻ പറഞ്ഞപ്പോൾ തന്നെ അല്ലേട്ടനോട് ഞാൻ പറഞ്ഞു. അപ്പോൾ അല്ലേട്ടൻ അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഡോക്യുമെൻ്ററി കാണാൻ വേണ്ടി തന്നു. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ഭീകരത മനസ്സിലാക്കുന്നത്. കാര്യം നമ്മൾ കൊച്ചിയിൽ ഒരുപാട് പേര് കുടിക്കാൻ വെള്ളമെടുക്കുന്ന 2 പുഴയിലേക്കാണ് ഇതിൻ്റെ മാലിന്യം കംപ്ലീറ്റ് ചെയ്യാൻ ഒലിച്ചിറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, കാര്യങ്ങൾ, അവിടെയുള്ളവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ. പക്ഷേ നമ്മൾ ഈ സിനിമ പറയുന്നത് ആരെങ്കിലും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ വലിയൊരു മെസ്സേജ് കൊടുത്തിട്ട് വലിയ മാറ്റം സംഭവിക്കുന്നുണ്ടല്ല. ആ ബ്രഹ്മപുരത്തുള്ള ഒരു ഫാമിലി, ആ ഫാമിലിക്ക് അവരെ ഇത് എങ്ങനെയാണ് അഫക്റ്റ് ചെയ്തിട്ടുള്ളത്, അവരുടെ ജീവിതത്തിൽ എങ്ങനെ അവരെ ബാധിച്ചു, അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ, ആ രീതിയിലാണ് നമ്മളിതൊരു കഥ പറഞ്ഞു പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ സമൂഹത്തോടുള്ളൊരു പ്രതിബദ്ധതയാണ് ഈ സിനിമ ചെയ്യണം. അങ്ങനെ തന്നെയാണ് ഈ സിനിമ നമ്മളെ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഷാജോൻ ചെയ്തു വെച്ചിരിക്കുന്ന കഥാപാത്രങ്ങളെല്ലാം വ്യത്യസ്തമായ കഥാപാത്രം. കുറേ നാൾ പോലീസ് കഥാപാത്രം, പിന്നീട് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്തു വെച്ചു. ഇതിലേക്ക് വരുമ്പോൾ ഗെറ്റപ്പ് തന്നെ വേറെയാണ്. നമ്മൾ ഒരു പ്രായവും പക്വതയുള്ള ഒരാളായിട്ട് മാറുന്നു. അപ്പോൾ ഈ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വേണം നമുക്ക്. ഇപ്പം നേരത്തെ പറഞ്ഞു, കൊച്ചിയിൽ ഇത്ര വർഷങ്ങളായിട്ട് താമസിക്കുന്നു, 2-3 കോളത്തിൽ ഒതുങ്ങുന്ന വാർത്ത. പിന്നീട് പ്ലാന്റിൽ പ്രശ്നങ്ങളുണ്ടായപ്പോൾ ആ വലിയ വാർത്തയും നമ്മളൊക്കെ അറിയുന്നത്. നമ്മളൊക്കെ ആ പുകയിലാണ് ജീവിച്ചത്. ഞാൻ ഉൾപ്പെടെ ഉള്ളവർ ആ പുകയിൽ ജീവിച്ചാണ്. അപ്പൊ ഈ സബ്ജക്റ്റ് എന്തുകൊണ്ടും ഈ സമയത്ത് ഇറക്കാൻ പറ്റിയതാണ്, അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഇറക്കേണ്ടതാണ് എന്ന് തോന്നി? അല്ല, നമ്മളിത് ഷൂട്ട് തുടങ്ങി സെക്കൻഡ് ഡേ ആണ് ഈ ബ്രഹ്മപുരം കത്തുന്നത്, ഇത്ര സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ഉണ്ടാവുന്നത്. എനിക്ക് തോന്നുന്നൊരു 1-ാം തീയതി എന്തായാലും കാന്തല്ലൂരിൻ്റെ ഷൂട്ടിങ് തുടങ്ങി. സെക്കൻഡ് ഡേ ആയിരുന്നു ഇവിടെ കത്തുന്നത്, മനസ്സിലായല്ലേ? അപ്പോഴാണ് ഇത് കൂടുതലും കൊച്ചിയിലേക്ക് പുക വന്നു തുടങ്ങിയത്. ഇത്രയധികം ഡിസ്കസ് ചെയ്യപ്പെട്ടതും ഇത്രയധികം ചാനലിൽ ഇതിന് പ്രാധാന്യം കിട്ടിയതൊക്കെ ഈ വിഷയത്തിന്. അപ്പൊ അതിന് മുമ്പ് തന്നെ അല്ലേട്ടൻ ഇതിന്റെ ഒരു സ്റ്റഡിയിലായിരുന്നു. അപ്പൊ അതിനു മുമ്പ് ചെറിയ ദുരിതങ്ങളാണ്, അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു. അപ്പൊ അതിനുശേഷമാണ് ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിയത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ സിനിമയ്ക്കും ഒരുപാട് പേര് അറിഞ്ഞതും. ആ സമയത്ത് നമ്മുടെ ഷൂട്ടിംഗ് സമയത്തൊക്കെ ഒരുപാട് പേര് വിളിക്കുകയും ഈ സിനിമയെ കുറിച്ച് ചോദിക്കുകയും ഒക്കെ ചെയ്തത് ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും യോജിച്ച ഒരു പേരല്ലേ? അതെ, എന്തുകൊണ്ട് ചോദിച്ചു? ഇതുവരെ ഞാൻ അല്ലേട്ടൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടൈറ്റിൽ ഇതുവരെ അല്ലേട്ടൻ പറഞ്ഞത് പല അർത്ഥത്തിലെടുക്കാം. ഇതുവരെ ഒന്നും ഇതിനു വേണ്ടി ചെയ്യാൻ പറ്റിയില്ലല്ലോ, ഇതുവരെ ശരിയാക്കാൻ പറ്റിയില്ലല്ലോ, പിന്നൊന്ന് ഇതുവരെ ഒന്നും സംഭവിച്ചില്ലല്ലോ. അപ്പം പല രീതിയിൽ ഇതുവരെ മാറ്റാണ് സിനിമയ്ക്ക്. അപ്പൊ എനിക്ക് തോന്നി കറക്റ്റാണ്, ഇതിന് അപ്പുറം വേറൊരു പേര് ഇതിനില്ല എന്ന് തോന്നി. നല്ലൊരു ക്യാരക്ടർ അല്ലേ? നല്ലൊരു ക്യാരക്ടർ. കാരണം ഞാൻ പറഞ്ഞില്ല, ഇത് നമ്മൾ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ വലിയൊരു ഭാഗ്യമാണ് ഇതുപോലുള്ള കഥാപാത്രങ്ങൾ നമ്മളിലേക്ക് എത്തുക എന്ന് പറയുന്നത്.
ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, എല്ലാ ആക്ടേഴ്സിനും ആഗ്രഹമുള്ളത് നമ്മൾ ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അത്തരത്തിലുള്ളൊരു കഥാപാത്രത്തെ ഒരു റൈറ്റർ എഴുതി ഉണ്ടാക്കി അതൊരു സംവിധായകൻ അത് സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചൊരു പ്രൊഡക്ഷൻ റെഡിയായ ഒരു പ്രൊഡ്യൂസർ വരുന്നു, ആ ക്യാരക്ടറിൽ നമ്മളിലോട്ട് വരിക എന്ന് പറയുന്ന ഒരു വലിയ ഭാഗ്യമാണ്. നമുക്ക് ഒരിക്കലും നമ്മൾ വേറെ എന്ത് ചെയ്താലും അത് സംഭവിക്കില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച ഒരു ആക്ടറുടെ ഒരു ആർത്തിയാണ് ഈ സിനിമ ചെയ്യുക എന്നുള്ളത്, ഈ ക്യാരക്ടർ ചെയ്യുക എന്നുള്ളത്. അതിനപ്പുറം ഇതൊന്നും നമ്മൾ വേറെ ഒന്നും ചിന്തിച്ചില്ല. ചില സിനിമകൾ അങ്ങനെയാണല്ലോ, ഇത് നമുക്ക് ഒരു തൊഴിലാണ്, നമ്മളെല്ലാം സംബന്ധിച്ച് ഒരു ഉപജീവന മാർഗം കൂടിയാണ് സിനിമ എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും ഇതുപോലുള്ള ക്യാരക്ടേഴ്സ് കിട്ടുമ്പോൾ നമ്മൾ ബാക്കിയെല്ലാം മറന്ന് ക്യാരക്ടർ ചെയ്യാന്നുള്ള കാര്യം, ഇത് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ വളരെ വിരളമായിട്ട് ഒരു കലാകാരൻ്റെ അടുത്തോട്ട് എത്തുമെന്നുള്ളത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ എനിക്ക് കിട്ടിയൊരു ഭാഗ്യമാണ് തീർച്ചയായിട്ടും ഇതുവരെ എന്ന സിനിമയിലെ വിക്രമൻ നായർ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും കുറച്ച് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? 10-15 സിനിമകൾ ചെയ്തെന്ന് തോന്നുന്നു. 10ഓളം സിനിമകൾ. ഇത് എന്തുകൊണ്ടാണ് ഇത്തരം നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിയാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്നെ ഇത്രയും സിനിമകളിലേക്ക് കുറയ്ക്കുന്നത്, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? അതൊക്കെ ഓരോ നിമിത്തങ്ങളാണല്ലോ. ഇപ്പോൾ ഇതിൽ വരാൻ സാധിച്ചതും ഇങ്ങനെ ഒരു നല്ല ക്രൂ, അതായത് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു ഡയറക്ടർ, ക്യാമറാമാൻ, അങ്ങനെ ഷാജൻ സാറിനെ കൂട്ടുള്ള ഒരു അങ്ങനെയുള്ള ഒരു ക്രൂവിൻ്റെ കൂടെ അങ്ങനെ ഇവരുടെയൊക്കെ കൂടെ അഭിനയിക്കാൻ എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. അപ്പോൾ ഇത് എന്നെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യമാണ്. അത് ആദ്യമായിട്ട് അനിൽ സാറിനെ കാണുമ്പോൾ തന്നെ സാർ എന്നോട് പറഞ്ഞു, ഇങ്ങനെ എത്രയും ഇമോഷണലായിട്ട് ചെയ്യാനുള്ള ഒരു ക്യാരക്ടറാണ്, പറ്റില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ തീർച്ചയായിട്ടും എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടാന്ന് പറയണത് ഭാഗ്യമാണ്. അപ്പം മാക്സിമം അത് ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇങ്ങനെ ഒരു ലതേനെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ സിനിമയുടെ ലൊക്കേഷൻ വെച്ചാണ് ലതയെ കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് പലരും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞത് അത് ആ സിനിമയിലുണ്ടായിരുന്നു, നല്ല ആക്ട്രസ് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനൊരു ക്യാരക്ടറിന് ഈ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അല്ലോട്ട് ഞാൻ ചോദിച്ചു, അല്ലാണ്ട് ഈ ക്യാരക്ടർ ആരാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ പറഞ്ഞൊരു പുതിയൊരാളാണ്, ലത എന്നാണ് പേര് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞു അല്ലേട്ടം ഇങ്ങനെയുണ്ട്, നല്ല ആർട്ടിസ്റ്റാണ്, നന്നായിട്ട് നമ്മൾ നോക്കിയിരുന്നു. നമ്മളൊന്ന് ഇതിനും അവരെയും കടത്തി വിട്ടു അറിഞ്ഞിരിക്കണമല്ലോ, നമ്മളെ കടത്തി വിട്ടു. അപ്പോൾ പക്ഷേ വന്നു കഴിഞ്ഞ് പെർഫോം ഒരു 2 സീനൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ മനസ്സിലായി ലതയുടെ ഒരു കഴിവ്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഒരുപാട് ഇതേപോലെ നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ട്രസ് തന്നെയാണ്. അല്ല, ഈ സബ്ജക്റ്റിന് കുറെ ഒരു വീട്ടമ്മ എന്ന നിലയ്ക്കും അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന നിലയ്ക്കും കൊച്ചിയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു വേദനയും യാതനയൊക്കെ ഉണ്ട് അല്ലേ? കൊച്ചിയിലെ സ്ത്രീകൾ, ഇവിടെ താമസിക്കുന്നവർ, ആ ഇമോഷനൊക്കെ നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നുണ്ടല്ലോ. അത് എങ്ങനെയാണ് വർക്ക് ചെയ്ത്? അത് ശരിക്കും പറഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ പേപ്പറിലും ന്യൂസിലൊക്കെ കാണുമ്പോൾ കൊച്ചിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് മാത്രമേ നമുക്കറിയുള്ളൂ. ഇത് സെയിം ടൈം തന്നെ നമ്മൾ അഭിനയിക്കുകയാണ്, കൊച്ചിയിലിത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും നമുക്കത് ഉൾക്കൊണ്ട് നമുക്ക് അഭിനയിക്കാൻ സാധിച്ചു. പിന്നെ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, അതാണ് വലിയൊരു കാര്യം. ഇതിൻ്റെ പല ഇതുകളും കുറേ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ ശരിക്കും ഇമോഷണലായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഞാൻ അവിടെ വെച്ചാൽ ഞാൻ അനുഭവിക്കണ ആ ഒരു ഇതിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ വിക്രമൻ നായരുടെ ക്യാരക്ടർ, അത് ഭയങ്കര ഇമോഷണലായിട്ടുള്ള ക്യാരക്ടർ. നമ്മളത് കാണുമ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ കാണുന്നവരിരുന്ന് കരഞ്ഞു പോകും, അത്രയ്ക്കും ഇമോഷണൽ. നമ്മൾ കണ്ടിരിക്കണം പോലീസായിട്ടും അതുപോലെ വില്ലനായിട്ടും പൊളിറ്റീഷ്യനായിട്ടൊക്കെയാണല്ലോ. പക്ഷെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യണം ആദ്യമായിട്ടാണ്. അത് കാണുമ്പോൾ അത്ര ചെയ്യുമ്പോൾ ഞാനും അതിൻ്റെ അടുത്തെങ്കിലും എത്തണമല്ലോ, ആ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ പിന്നെ മത്സരത്തിൽ കൂടുതലും മനരാജായിരുന്നു. അതെ, കാരണം രണ്ടുപേരും നിൽക്കുമ്പോൾ നമ്മള് ഒറ്റയ്ക്കായി പോകാൻ പാടില്ല. അത് കടിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. മത്സരിച്ച് വരുമ്പോൾ വേറൊരാൾ മത്സരിച്ച് എന്തായാലും നല്ലൊരു സിനിമയുടെ ഭാഗമായി അല്ലേ? നമ്മൾ ആഗ്രഹിച്ച പോലെ നല്ലൊരു സിനിമയുടെ ഭാഗമാണ്. നല്ലൊരു സിനിമയുടെ ഭാഗത്തുള്ള ഒരു സീനാണെങ്കിലും മതി നമുക്ക്. നമ്മളെ പ്രേക്ഷകർ തിരിച്ചറിഞ്ഞ് ആ പ്രേക്ഷകർ തിയേറ്ററിൽ അത് കൊള്ളായ്മായിരുന്നല്ലോ എന്ന് പറയുന്ന ഒരു കഥാപാത്രം കിട്ടുമ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷം. ഇതൊരു ബ്രഹ്മപുരത്തിന്റെ കഥ പറയണെച്ചാലും ഹൃദയസ്പർശിയായ ഒരു കുടുംബകഥയാണ്. ഒരു ഫാമിലി ഇതാണ് പറയുന്നത്. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഒരു മകൻ, അവരുടെ കൂട്ടുകാരനുണ്ട്, ലോറി ഒരു ഡ്രൈവർ, കൂട്ടുകാരൻ, ഡ്രൈവർ അതാണല്ലോ ഇരിക്കുന്നത്. വഴി തെറ്റിക്കുന്നല്ല, ഒരു ഭക്ഷണം, എല്ലാം കൊണ്ടും പൊതുവേ ജീവിതത്തിലും ആളുകൾ വഴി തെറ്റിക്കുന്നുണ്ടല്ലോ. നേരെ പോകുന്നു വിചാരിച്ച് നടക്കുക. അപ്പൊ വഴി തെറ്റിട്ട് പോകണമെന്നാണ്. അല്ല, ഇത് ഈ ബ്രഹ്മപുരം എന്ന വിഷയം മാത്രമല്ല ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഇത് ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് കുറേ സംഭവങ്ങളുണ്ട്. അത് അല്ലേട്ടൻ ഈ സംഭവം പറയുമ്പോൾ
ഞാൻ ഈ ഒരു ഭയങ്കര ഗൗരവക്കാരനായിട്ടൊരു സംവിധായകനായിട്ടാണ് അദ്ദേഹത്തെ കണ്ടിരുന്നത്. കാര്യം എൻ്റെ നെയ്ബറാ ഈരാറ്റുപേട്ട, ഞാൻ തറവാ വീടിൻ്റെ അടുത്ത് അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ടല്ലോ. അങ്ങനെ ഒരു വിഷയമുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് അതെ അതെ അല്ല ആവത്തം പുള്ളിക്ക് ക്ലിയർ ആയിരുന്നു. അത് ഞാൻ ക്ലിയർ ആയി സ്ഥലം മാറി എറണാകുളത്തേക്കായി. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇത് ബ്രഹ്മപുരം എന്ന് പറഞ്ഞ് മാത്രം തള്ളിക്കളയാവുന്നൊരു സബ്ജക്റ്റ് അല്ലേ ഇതുവരെ എന്ന് പറഞ്ഞാൽ. ഇതുവരെ സംഭവിച്ച കുറേ കാര്യങ്ങൾ ഇത് പറയുന്നുണ്ട്. ഈ ചിത്രം വളരെ സീരിയസോടുകൂടി ഫാമിലിക്ക്, കുട്ടികൾക്ക് എല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അത് ഫാമിലിയായിട്ട് തന്നെ കണ്ടാലേ നമുക്കത് ഫാമിലിയായിട്ട് തന്നെ കാണണം ചെയ്യണം. കാരണം ഈ ഇഷ്യൂ ബ്രഹ്മപുരം ഇപ്പോൾ ഈ 2 വർഷം മുമ്പ് എഴുതി വെച്ചൊരു സംഭവം ഈ ഇപ്പോൾ നടക്കുന്ന സമയത്ത് ഈ മാസ്ക് എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഇപ്പം കൊറോണ സമയത്ത് മാത്രം വെച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നമുക്ക് ആ മാസ്ക് എന്ന് പറയുന്ന സാധനം കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടല്ലോ. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എന്നെ കടം മേടിച്ച് ആൾക്കാരുടെ മുമ്പിൽ കൂടെ രക്ഷപ്പെടാനുള്ളതല്ല ഇത്. പക്ഷേ ഈ ചിത്രം ഒരു പ്രത്യേകിച്ച് കൊമേഴ്സ്യൽ എൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നല്ലൊരു സോങ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഔസേപ്പച്ചൻ സാറിൻ്റെ ഔസേപ്പച്ചൻ സാർ പാടുന്നു എന്നൊരു പ്രത്യേകത കേട്ടോ. എനിക്ക് തോന്നുന്നു അദ്ദേഹം പാടി നല്ല സോങ്ങാണത്. ഇതിലെ കഥാപാത്രം, എൻ്റെ കഥാപാത്രം, ഞാൻ വളരെ നാളുകൾക്ക് ശേഷം ഇത്രയും നല്ലൊരു കഥാപാത്രം ചെയ്യുന്നത് ചന്ദ്രൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ്. അതാണ് പറഞ്ഞത് ഫാമിലിയായിട്ട് ഒരുപാട് ബന്ധമുള്ള കഥാപാത്രം. ആ കഥ പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ അതൊരു പറയാൻ പാടില്ല. അതാണ് ചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു സാധാരണ നാട്ടുംപുറത്തുകാരൻ്റെ അയാളുടെ ഉള്ളിലൂടെ ഇവരുടെ ടച്ച് ചെയ്തു പോകുന്ന കുറേ കഥാപാത്രങ്ങളുണ്ട്. ചന്ദ്രൻ വളരെ ശക്തമായൊരു കഥാപാത്രമാണ്. ഒരു ശക്തമായ കഥാപാത്രം. ഈ സബ്ജക്റ്റ് ഇപ്പം ഇവിടെ പറഞ്ഞതുപോലെ തന്നെയാണ്. നമ്മൾ ഷൂട്ട് ചെയ്ത 2-ാം ദിവസം ഇവിടെ തീ പിടിച്ചു. നമുക്ക് ആഴത്തിലിറങ്ങി അഭിനയിക്കാൻ പറ്റും. അത് വലിയൊരു ഇതാണ്. എന്നോട് ഒരാൾ ചോദിച്ചത് എന്നാണ് നമ്മളൊക്കെ പ്രാർത്ഥിച്ചത്. ഞാൻ പറയുന്നത് അതങ്ങനെ സംഭവിച്ചപ്പോൾ നമ്മൾ എന്താണ് അനുഭവിക്കുന്നത് ശരിക്കും ഈ സിനിമയിൽ അഭിനയിച്ച് ഫലിപ്പിക്കാനുള്ള പറ്റിയെന്നാണ് പറഞ്ഞത്. അങ്ങനെ അല്ലായിരുന്നു ഷാജോൺ? അല്ല, അങ്ങനെയായിരുന്നു കാര്യം. നമ്മൾ ഈ കാന്തല്ലൂരായിരുന്നു ഈ സമയത്തല്ലേ ഇവിടെ തീ എത്തുമ്പോഴും ഇവിടെ പുക വരുമ്പോഴും ഒക്കെ. അപ്പം ഞാൻ എൻ്റെ വൈഫിനെയും എൻ്റെ കുഞ്ഞുങ്ങളെയും കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുന്നുണ്ടോ? അപ്പം ദൈവം അനുഗ്രഹിച്ച് നമ്മളുടെ അങ്ങോട്ട് വലിയ ബുദ്ധിമുട്ടുകൾ വന്നില്ല. ഞാൻ നമ്മുടെ കലൂർ സ്റ്റേഡിയത്തിൻ്റെ ബാക്കിലാണ് താമസിക്കുന്നത്. അങ്ങോട്ട് ഈ പറഞ്ഞ പോലെ പുകയൊക്കെ വന്നെങ്കിലും അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും അങ്ങനെ ഒരുപാട് വന്നില്ല. പക്ഷെ ഒരുപാട് പേരത് അനുഭവിക്കുന്ന ഒരുപാട് പേരുടെ വാർത്തകൾ നമ്മൾ അറിയുന്നു. അങ്ങനെ അവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ അറിയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സെയിം കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്ത്. അപ്പോൾ അതൊരു വല്ലാത്ത സിറ്റുവേഷൻ ആയിരുന്നു. അല്ലേട്ടൻ ഓരോ ദിവസം രാവിലെ വരുമ്പോഴും പറയുന്നുണ്ട് ഇത്ര പേരെ ഹോസ്പിറ്റലിലാക്കി, ഇത്ര സംഭവങ്ങളുണ്ട് ഇവിടെ, ഇത്ര മറ്റേ ഫയർഫോഴ്സുകാർ ഇത്രയധികം, അവർ ഇത്ര പേർക്കും ഹോസ്പിറ്റലൈസ്ഡ് ആയി എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊക്കെയാണ് ഇതിൻ്റെ ഒരു ഭീകരത നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതുപോലൊരു ചില സമയങ്ങളിൽ അങ്ങനെയാണ്, ചില സിനിമകൾ അങ്ങനെയാണ്. നമ്മൾ ഈ പറയുന്ന പോലെ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലാതെ നമ്മുടെ ഒറിജിനൽ ജീവിതത്തിൽ നിന്നും പറിച്ചെടുക്കുന്ന സിനിമ എന്നൊക്കെ പറയത്തില്ല. അത് 100% ഇതുവരെ ഉള്ള സംഭവിച്ച സംഭവങ്ങൾ സിനിമയാകാറുണ്ട്. അതെ അതെ. ഇത് മുൻകൂട്ടി കാണുന്നു ഇങ്ങനെ സംഭവിക്കുന്നു. സത്യം. അതൊരു സ്ക്രിപ്റ്റ് റൈറ്ററിനും ഒരു ഡയറക്ടറിനും വലിയ കഴിവായിട്ട് നമ്മൾ കാണും അല്ലെ. ഇങ്ങനെ സംഭവിക്കാം ചിലപ്പോൾ. അതെ അല്ലെ, ആ ഒരു സബ്ജക്ട് എടുക്കുമ്പോൾ ഇങ്ങനെ സംഭവിച്ചപ്പോഴാണ് ഈ പറഞ്ഞത്. സത്യമായിട്ടോ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നേരത്തെ എഴുതി വെച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കുക ഒരു ഭയങ്കര പ്രഡിക്ഷനാണ്. ഭയങ്കര പറയാതിരിക്കാൻ പറ്റില്ല. അത് നമ്മൾ വീട്ടിൽ തന്നെയാണല്ലോ ഒരു ചെറിയ പ്ലാസ്റ്റിക് കത്തിക്കഴിയുമ്പോൾ അതിൻ്റെ ഡയോക്സിൻ അറിയാൻ പറ്റില്ല നമുക്ക് എത്രമാത്രം നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന സംഭവം. ഇത് നമ്മളവിടെ നടക്കുമ്പോൾ ഷാജോണി പറഞ്ഞ പോലെ തന്നെ ഷാജോണ് പേടിയാണ്. ഷാജോൻ എന്നോട് തന്നെ പറയുന്നു, അയ്യോ ഇത് അവിടെ കത്തുന്നത് നമ്മൾ ഫാമിലി എന്നുള്ള എല്ലാവർക്കും സ്വന്തം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട്. തീർച്ചയായിട്ടും ഉറപ്പാണ്. അതാണല്ലോ നമ്മൾ ആദ്യം നോക്കുന്നത്. ഉള്ളത് കാന്തല്ലൂരാ, പെട്ടെന്നൊന്നും വരാൻ പറ്റില്ല. മഞ്ഞ് കാരണം ഇറങ്ങി വരാനുള്ള പറ്റാത്ത അവസ്ഥയിലുള്ള സ്ഥലത്താണ് കാന്തല്ലൂർ കിടക്കുന്നത്. ഇടുക്കിയുടെ ഏറ്റവും അങ്ങേയറ്റത്താണത്. അപ്പൊ അവിടെ നിന്ന് വരുവാന്നുള്ള അങ്ങനെ ഒരു ഭയപ്പാടും ഉണ്ടായിരുന്നു അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. അതെ, അതുകൊണ്ട് ഈ കഥാപാത്രം നന്നായി. ഭയപ്പാടുള്ളതുകൊണ്ട് അല്ല. അപ്പം ലൊക്കേഷനിൽ ഭാര്യയായിട്ട് ഇവിടെ അഭിനയിക്കുന്നു. അതെ, ഇവിടെ ഭാര്യ
ഒറിജിനൽ ഭാര്യ ഇവിടെ ടെൻഷൻ അടിക്കുന്നു. മൊത്തത്തിൽ പ്രശ്നം. സിനിമയിലെ ഭാര്യയ്ക്ക് ഇവിടെ ചുമ, ഒറിജിനൽ ഭാര്യയ്ക്ക് ചുമ വരുമോ എന്നുള്ള ടെൻഷൻ എല്ലാം ഉണ്ടായിരുന്നു. മൊത്തത്തിലൊരു ടെൻഷൻ, ഒപ്പം മനു ഉള്ളതിന് ടെൻഷൻ എല്ലാം കൊണ്ടും. അതെ, അതുകൊണ്ട് ചിലപ്പോ അവാർഡ് അങ്ങോട്ട് തിരിഞ്ഞു പോകാൻ വഴിയുണ്ട്, പറയാൻ പറ്റില്ല. മനുവിന് കാരണം ഇത് ആവശ്യമില്ലാത്ത ടെൻഷനൊക്കെ വന്നിട്ട് കഥാപാത്രത്തിന് അപ്പുറത്തേക്ക് പോയി. അപ്പൊ അവാർഡ് അവിടെ കിട്ടുമെന്ന്. പക്ഷെ നമ്മൾ ചെയ്തു വെക്കുന്ന ഒരു അവാർഡിന് വേണ്ടിയല്ലോ ഒരിക്കലും സിനിമ എന്നുള്ള കാറ്റഗറി. ഇതൊരു അവാർഡ് സിനിമയല്ല, സത്യം പറയാം. ഇത് ഇത് ഇതിന്റെ അകത്ത് ഒരുപാട് അലി തോമസിന് അവാർഡ് കിട്ടുന്ന അലി തോമസിന് അവാർഡ് സിനിമ എന്ന് പറയും. അതെ, സുരഭിക്ക് ഞാൻ ചോദിച്ചു എന്തിനാ സുരഭിക്ക് മേടിച്ചു കൊടുത്തത് അപ്പൊ നാഷണൽ അവാർഡ് എന്ന് ചോദിച്ചു. കാര്യം എല്ലാവരും ചോദിക്കുന്നത് ഷാജോൻ ഇത് അവാർഡ് അടിക്കാനുള്ള പരിപാടിയാണോ? നമ്മളത് അങ്ങനെയല്ല. നമ്മൾ അല്ലേട്ടൻ അതിന് മുൻപ് വർഷങ്ങൾക്ക് മുമ്പ് എനിക്കറിയാമെന്ന്, എനിക്ക് ഒരു 10-26-27 വർഷമായിട്ട് എനിക്ക് അല്ലേട്ടൻ അറിയാം. ഞാനൊരു ചാനലിന് വേണ്ടി ഒരു കോമഡി ഷോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അല്ലേട്ടനായിരുന്നു എൻ്റെ ഡയറക്ടറും പ്രൊഡ്യൂസറൊക്കെ. അപ്പം അന്ന് പോലെ എനിക്കറിയാം. അപ്പം അതിനുശേഷം അല്ലേട്ടൻ സിനിമയിൽ വന്നു, നമ്മളും സിനിമയിൽ വന്നു. പക്ഷേ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റിയത് ഇപ്പോഴാണെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അല്ലേട്ടൻ്റെ ഒരു എഴുത്തുകാരനും അല്ലേട്ടൻ്റെ ഒരു കാലിബർ കംപ്ലീറ്റ് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അല്ലേട്ടൻ ഒരു വൺ ലൈൻ പറഞ്ഞപ്പോൾ നമ്മൾ ഓക്കെ നമ്മളത് ചെയ്യണം അല്ലേട്ടാന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. പിന്നെ അവാർഡ് കാര്യങ്ങളൊക്കെ ആൾക്കാരിങ്ങനെ ചോദിക്കുന്നതാണ്, അവാർഡ് പടമാണ്. ഒരിക്കലും ഇതൊരു അവാർഡ് പടമല്ല, ഒരു പക്ക ഒരു കൊമേഴ്സ്യൽ രീതിയിൽ തന്നെയാണ് നമ്മളിത് അപ്രോച്ച് ചെയ്തിട്ടുള്ളതും. അതുപോലെ തന്നെ എല്ലാവർക്കും വന്നിരുന്ന് തിയേറ്ററിൽ കാണാവുന്ന ഒരു സിനിമ, ആ ഒരു ഫാസ്റ്റായിട്ടൊക്കെ തന്നെയാണ് നമ്മൾ സിനിമ ചെയ്തിട്ടുള്ളത്. അവിടെ തന്നെ എല്ലാവർക്കും തിയേറ്ററിലും വർക്കാവുന്ന ഒരു സിനിമ തന്നെ ആയിരിക്കും ഇതുവരെ. എന്തുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ പിന്നെയും ഉണ്ടാകുന്നു അല്ലേ? മാറി മാറി വരുന്ന സർക്കാരുകൾ അല്ലേ? നമ്മളെല്ലാ സർക്കാരും മാറി വീണ്ടും ഈ സംഭവം ഉണ്ടായതിനു ശേഷം മാത്രം കണ്ണു തുറക്കുന്നു എന്നൊരു പോരായ്മ ഷാജോൺ എന്ന ഒരു പൗരൻ എന്ന നിലയിൽ കാണുന്നുണ്ടോ? അത് ഈ കാര്യത്തിൽ മാത്രമല്ല, പൊതുവെ ഞാൻ ചോദിച്ചത്. ഇപ്പോൾ ഒരിടയ്ക്ക് നമുക്ക് ചിലപ്പം പ്രൈവറ്റ് ബസ്സിലെ ഡോറായിരിക്കും നമുക്കൊരു ഇഷ്യൂ ആവുന്നത്. അത് കഴിയുമ്പം ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഫാസ്റ്റ് എന്താണ് അതിൻ്റെ വേഗത, അതായിരിക്കും നമുക്ക് പ്രശ്നമാകുന്നത്. അങ്ങനെ പലപ്പോഴും പലതാണ്. പിന്നെ സ്കൂൾ വാഹനങ്ങളുടെ ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടാവും. അങ്ങനെ പല പല കാര്യങ്ങളാണ്. ഇതിന് സ്ഥിരമായിട്ട് ഇതെല്ലാം കണ്ടുപിടിക്കാനും അവരെ ശിക്ഷിക്കാനും ഒക്കെ ഓരോ വകുപ്പുകൾ നമുക്കുണ്ടെങ്കിലും നിർഭാഗ്യവശാൽ അതൊന്നും അത്രയധികം ആക്റ്റീവ് അല്ല നമ്മുടെ നാട്ടിൽ. അതെന്തുകൊണ്ടാണെന്നുള്ളത് എത്ര ആലോചിച്ചാലും നമുക്ക് മനസ്സിലാവില്ല. അത് എന്ത് ചെയ്യണമെന്ന് എത്ര ആലോചിച്ചാലും നമുക്ക് മനസ്സിലാവില്ല. ഇതിനൊക്കെ ഒരു മാറ്റം വരേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൻ്റെയൊക്കെ ഒരു എന്താണ് ഒരു അനുഭവം തന്നെയാണ് ഈ നമ്മുടെ ഈ സിനിമ പറയുന്നത്. ബ്രഹ്മപുരം പോലുള്ളൊരു എന്താണ് ഒരു വേസ്റ്റ് യാർഡ് ഇതേപോലൊരു സ്ഥലത്ത് കൊണ്ട് വെക്കുക, അല്ലെങ്കിൽ അതവിടെ അത് പ്രവർത്തിക്കുന്നത് ഏതൊക്കെ രീതിയിലാണ്, നമ്മളവിടെ ചെന്ന് നോക്കുമ്പോൾ നമുക്കറിയാം ഏക്കർ കണക്കിന് ഏരിയയിലാണ് ഈ വേസ്റ്റ് കൊണ്ടിടുന്നത്. അതിന് തൊട്ടപ്പുറത്ത് 2 പുഴകൾ. ആ പുഴകൾ ഒരു കാലത്ത് നമ്മൾ കുടിക്കാൻ വെള്ളം എടുത്തുകൊണ്ടിരുന്ന അത്രയധികം എന്താണ് മനോഹരമായത് 2 പുഴകളാണ്. അതിപ്പോൾ പേര് മാത്രമേ ഉള്ളൂ ആ പുഴകളുടെ. അത്രയധികം വേസ്റ്റിൻ്റെ ഇതാണ് അങ്ങോട്ട് ഒലിച്ചിറങ്ങുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിശദമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ എത്ര വർഷം നമുക്ക് കൊച്ചിയിൽ ജീവിക്കാൻ പറ്റുമെന്ന് നമ്മൾ പേടിച്ചു പോകും. നമ്മൾ എത്ര വർഷം എൻ്റെ മക്കളും മക്കളുടെ മക്കളും ഒക്കെ സമയത്ത് നമുക്ക് കൊച്ചിയിൽ ജീവിക്കാൻ പറ്റുമെന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകും. അത്രയധികം ഭീകരമാണ് അതിൻ്റെ ഒരു അവസ്ഥ. അതിനൊക്കെ ഇനി ഒരു മാറ്റം വരുമോ എന്നുള്ളതൊന്നും എത്രത്തോളം പ്രാവർത്തികമാവുമെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് വേറെയാണ്. അതിപ്പം നമുക്കാരെയും കുറ്റം പറയാൻ പറ്റില്ല. ഇത് ആരാണ് ഇതൊക്കെ ചെയ്യേണ്ടത്? ഇപ്പോൾ അലി ഇപ്പോൾ പറഞ്ഞതുപോലെ ഓരോരുത്തരും മാറി മാറി വരുമ്പോൾ ആരെങ്കിലും ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷെ ആരും ഇതുവരെ ചെയ്തിട്ടില്ല. ആർക്കെങ്കിലും അത് ചെയ്യാൻ പറ്റട്ടെ. നമുക്ക് വരും തലമുറയ്ക്കെങ്കിലും നല്ല ശ്വാസം, നല്ല വായു ശ്വസിച്ച് ഇവിടെ ജീവിക്കാൻ പറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും എറണാകുളത്തുള്ളവർ അനുഭവിച്ചു, പത്രങ്ങളും ചാനലിലൂടെ മറ്റ് ലോകത്തുള്ളവർ കണ്ടു. പക്ഷേ ഈ സിനിമ കാണുമ്പോൾ കൃത്യമായി അവർക്ക് ബോധ്യപ്പെടുത്താൻ പറ്റും. മനസ്സിലാവട്ടെ. അങ്ങനെ മനസ്സിലായിട്ട് അങ്ങനെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യട്ടെ എന്ന് ഞങ്ങൾ നല്ലൊരു നന്മയും നല്ലൊരു മെസ്സേജും കൊടുക്കുന്ന സിനിമയായിരിക്കും. നമ്മൾ സിനിമ കാണുമ്പോൾ മാത്രമല്ല, അല്ലെങ്കിൽ ഒരു ന്യൂസ് കാണുമ്പോൾ ഇല്ല, നമ്മളുടെ കുടുംബത്തിൽ വരുമ്പോഴാണ് അതിൻ്റെ ഭീകരത നമുക്ക് മനസ്സിലാവുള്ളൂ. അതാണ് ഈ സിനിമയെ കൂടെ ശരിക്കും കാണിച്ചു കൊടുക്കുന്നത്. അപ്പം അതിനുള്ള നടപടികൾ അതെ നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണല്ലോ. നമ്മുടെ ദേഹത്ത് കൊള്ളുമ്പോൾ മാത്രമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ നമ്മുടെ ഫാമിലിയോ നമ്മുടെ വൈഫിനോ നമ്മുടെ അച്ഛനും അമ്മേനോ ഒക്കെ ഇത് ബാധിക്കുമ്പോഴാണ് നമ്മൾ ഓരോ കാര്യവും നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അത് ആരുടെയും കുഴപ്പമില്ല. എല്ലാവരും സെൽഫിഷായിട്ടുള്ളവരാണ്. എല്ലാവരും അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്ത് സമൂഹത്തിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പം. അപ്പം അതിനൊക്കെ ഒരു മാറ്റം വരേണ്ട സമയമായി. ഇനിയെങ്കിലുമൊക്കെ നമ്മൾ വേസ്റ്റിൻ്റെ കാര്യങ്ങളാണ് അറ്റ്ലീസ്റ്റ് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെങ്കിലും നമ്മൾ കുറച്ച് കൺട്രോൾഡായിട്ട് നമ്മൾ വരുന്ന കുട്ടികളെങ്കിലും നമ്മൾ അവരെങ്കിലും അത് പറഞ്ഞ് പഠിപ്പിക്കുക. ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യണം. ഇനി സ്കൂളിലൊക്കെ അത് പഠിപ്പിക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. പ്രതീക്ഷ അസ്തമിക്കുന്നില്ല. ഈ സിനിമ വരുമ്പോൾ നമ്മുടെ ചില ഹാബിറ്റുകൾ ഉണ്ട്. മലയാളിയിൽ നിന്നല്ല, നമുക്കൊരു ഹാബിറ്റുകളൊക്കെ ഉണ്ടല്ലോ. അതെല്ലാം മറന്ന് കുറച്ചുകൂടെ നല്ലൊരു മെസ്സേജ് കൊടുക്കുന്ന സിനിമയാണ്.
കാരണം ആവശ്യമില്ലാത്തടത്തൊക്കെ നമ്മൾ കയറി ഇടപെടുന്നു, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. ഇതിപ്പോൾ ഈ വേസ്റ്റ് നമ്മൾ ഒരു വണ്ടിയെ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വലിച്ചെറിയുന്ന സാധനങ്ങളുണ്ട് പലതും. അതൊക്കെ ഒന്ന് മാറാൻ ഉപകരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അല്ല, അത് പറയുമ്പോൾ പ്രളയവും കോവിഡും കഴിഞ്ഞിട്ട് നന്നാകാത്ത കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഒരുപാട് പേരുണ്ടല്ലോ. പിന്നെ ആ സമയത്തൊക്കെ ഭയങ്കര ഓടുന്നുണ്ട്, എന്നിട്ടും നന്നാകാത്ത കുറേ ആളുകളുണ്ട്. ദിവസം തുടങ്ങി വീണ്ടും. അതെ അതെ അതെ, അതാണ് നമ്മൾ ആ സമയത്ത് നമ്മൾ പറഞ്ഞു ഇത്രയൊക്കെ ഉള്ളു ജീവിതം, എന്താണ് ഒരു പ്രളയം വന്നാൽ തീരാവുന്നുള്ളൂ, ഒരു കോവിഡ് വന്നാൽ തീരാവുന്നുള്ളൂ. അത് കഴിഞ്ഞ് നമ്മളത് മറന്നു. അതാണ് മനുഷ്യൻ. നമ്മളത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും എന്തൊക്കെയോ ഉണ്ടാക്കാനും എന്തൊക്കെയോ വെട്ടിപ്പിടിക്കാനുള്ള ഓട്ടത്തിലൊക്കെ ഇടയ്ക്കാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ആർക്കും സമയമില്ല എന്നുള്ളതാണ്. സമയം ഉണ്ടാക്കണം നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളും അവരുടെ കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കും ഇതിൻ്റെയൊക്കെ ഒരു ഇത് ഭീകരത അനുഭവിക്കേണ്ടി വരുന്നവരൊക്കെയാണ്. തീർച്ചയായിട്ടും ആ ഒരു അനുഭവം ഉണ്ടാവുമെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നത്. നേരത്തെ ചോദിച്ചാൽ കുറച്ച് സിനിമകളായി. സിനിമ എന്നൊരു അഭിനയം എന്നും സ്വന്തമായിട്ട് എനിക്ക് സിനിമയാണ് എന്നൊരു തീരുമാനത്തിൽ ഉറച്ച് വന്നതാണോ? തീർച്ചയായും. പിന്നെ എന്തുകൊണ്ടാണ് പല സ്ഥലങ്ങളിൽ എത്തിപ്പെടാൻ പറ്റാത്ത, എവിടെയെങ്കിലും പാളിച്ചകൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും വീണു പോകുന്നു എന്ന് തോന്നിയിട്ടുണ്ട്? ഒന്നുമില്ല, ഇപ്പൊ വന്നല്ലേ ഉള്ളൂ അല്ലേ. ഇപ്പൊ വളരെ കുറച്ച് സിനിമകൾ ഇപ്പോഴും നിങ്ങൾ പാളിപ്പിക്കല്ലേ, ഇപ്പോഴേ പാളിപ്പിക്കല്ലേ. ഞാൻ ദുബായിലായിരുന്നു 5 വർഷമായിട്ട്. ഇപ്പൊ 2 വർഷമായി നാട്ടിൽ ദുബായിൽ സെറ്റിലായിരുന്നു. ആ, ഫാമിലി ആയിട്ട് അവിടെയായിരുന്നു, വർക്ക് ചെയ്യായിരുന്നു അവിടെ ഒരു കമ്പനിയിൽ. പിന്നെ എന്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്ന സിനിമയിലേക്കുള്ള ഒരു മോഹം? ആക്ച്വലി മകള് പഠിക്കുന്നതിനോടനുബന്ധിച്ചാണ് ഞാൻ നാട്ടിൽ വന്ന് സെറ്റിലായത്. അവിടെ വെച്ച് 1-2 പടം ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് ചെയ്ത സിനിമകൾ ഏതാണ്? അവിടെ നിന്ന് നാട്ടിൽ വന്നിട്ട് ചെയ്ത 369, ജിമ്മി, വീടിൻ്റെ ഐശ്വര്യം, അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇപ്പം നാട്ടിൽ വന്നിട്ടാണ് വീണ്ടും സിനിമയിലേക്ക് വന്നു തുടങ്ങിയത്. അപ്പോൾ 2-3 പടം റിലീസായിട്ടുള്ളൂ. ലാസ്റ്റ് റിലീസായത് പത്മിനി, അതിൽ ഒരു വേഷമായിരുന്നു. പിന്നെ ഇറങ്ങാനിരിക്കണേയുള്ളൂ. അപ്പോൾ സിനിമാഭിനയം ഒരു ആഡുകൾ ഇതിൻ്റെ ഒപ്പം ചെയ്യുന്നു. അപ്പോൾ ദുബായിൽ നിന്നും നേരെ നാട്ടിലേക്ക് ചക്കീറിയൊക്കെയാണ്. ഇനി ഇവിടെ സെറ്റിലാണ്, ഇനി സിനിമയാണ്. അപ്പോൾ ജോലിയൊക്കെ രാജിവെച്ചോ? അതല്ലേ, അതാണ് സിനിമയോടുള്ള ഒരു പാഷൻ അല്ലേ. സിനിമ മോള് അഭിനയിക്കുന്നുണ്ടോ? ഇല്ല, മോള് പഠിക്കുക. മോള് ഇപ്പോൾ ദുബായിലാണ്, ഇവിടെ സെറ്റ്? ഇവിടെ. അപ്പോൾ എല്ലാവരും ഇവിടെ വന്നു? ഇല്ല, ഹസ്ബൻഡ് ദുബായിൽ തന്നെയുണ്ട്. ഹസ്ബൻഡ് ദുബായിൽ വർക്ക് ചെയ്യുന്നു അല്ലേ? വർക്ക് ചെയ്യുന്നു. അപ്പോൾ സിനിമയാണ് ഇനി. അതെ, സിനിമയിൽ കാണാൻ നല്ല നല്ല വേഷങ്ങൾ ഈ സിനിമ കഴിയുമ്പോൾ വരട്ടെ. ഈ സിനിമയിൽ അങ്ങനെ ഒരു നല്ലൊരു വേഷമാണല്ലോ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു വേഷത്തിൽ ചെയ്യാൻ സാധിച്ചു, നല്ലൊരു വേഷം. ഷാജാനൊന്നും വിടല്ലോ, ഷാജാനൊക്കെ ഒത്തിരി സിനിമയുള്ള ആളാണ്. വേറൊരു പടത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ കോമ്പിനേഷൻ ഇല്ലായിരുന്നു തോന്നുന്നില്ലേ, ചാട്ടുള്ളി എന്ന് പറഞ്ഞത്. രാജ്ബാബു സാറിന്റെ. നിങ്ങൾ അവിടെ വെച്ച് കണ്ടിട്ടില്ല? അപ്പോൾ കണ്ടു നമ്മുടെ ജാഫർക്ക സെൻട്രൽ ക്യാരക്ടർ ചെയ്തിരിക്കുന്നു. എനിക്ക് ഓർക്കുണ്ട് സിനിമ ചാട്ടുള്ളി. അതിൽ നല്ലൊരു ക്യാരക്ടർ തന്നെയായിരുന്നു. പിന്തുടരണം. നമുക്ക് വരുന്ന വഴി എതിലാന്ന് പറ്റില്ല. നമുക്കൊരു സിനിമ വലിയ പാരമ്പര്യമൊന്നും ഇല്ലാതെയാണ് വരുന്നത്. അപ്പൊ നമുക്കൊരു സപ്പോർട്ട് ചെയ്യാനൊക്കെ ഉള്ള നല്ല സപ്പോർട്ട് ചെയ്യുന്ന ആളാട്ടോ. പിന്നെ തീർച്ചയായിട്ടും എന്താ നമ്മൾ പറ്റുന്ന പോലൊക്കെ അല്ല, നമ്മൾ അന്ന് നമ്മൾ സംസാരിച്ചായിരുന്നല്ലോ അല്ലേ നമ്മൾ. പിന്നെ എനിക്കിങ്ങനെ അവസരം പറഞ്ഞു തരാനേ പറ്റുള്ളൂ. ഇന്റർവ്യൂലാകുമ്പോൾ അത് പിന്നെ ലൈബ്രറിയിൽ ഉണ്ടാവുള്ളൂ. അതാ ഞാൻ ഇപ്പൊ തന്നെ ചോദിച്ച ക്യാമറ ബുദ്ധിപരമായിട്ട് നീങ്ങി ഉണ്ടോന്ന് വെച്ച് അതിപ്പോ ഒരു പ്രൂഫ് ആയില്ല. വേറെ പഠിക്കുന്ന കാലത്ത് എന്തെങ്കിലും? ഇല്ല. ഈ സിനിമ അഭിനയം എന്ന് തോന്നാൻ, എനിക്ക് ഇത് പറ്റുമെന്ന് തോന്നാനുള്ള കാരണം എന്താണ്? ആദ്യമായിട്ട് ഞാൻ ചെയ്തത് നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടിന്റെ ഫിലിമിലാണ്. ഒരു 4 സീനേ ഉണ്ടായിരുന്നുള്ളൂ. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെയൊക്കെ സപ്പോർട്ടിൽ അത് ചെയ്യാൻ പറ്റി. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിലെ ക്യാമറമാനാണ് ആദ്യമായിട്ട് പറഞ്ഞത്, ചേച്ചി ആദ്യമായിട്ട് ചെയ്യുമെന്ന് തോന്നില്ല കേട്ടോ. അത് കേട്ടോട് കൂടിയിട്ട് പിന്നെ ഒരു കോൺഫിഡൻസ് ആയി. പിന്നെ വർക്കുകൾ ചെയ്യുമ്പോൾ എല്ലാവരും കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത് ക്യാമറമാനാ കുഴപ്പമുണ്ടാക്കി. അപ്പോൾ അതൊരു കോൺഫിഡൻസ് ആയി. പിന്നെ കിട്ടിയ വേഷങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഡയറക്ടേഴ്സൊക്കെ ഹാപ്പിയാണ്, നന്നായി ചെയ്തു. അത് കേൾക്കുമ്പോൾ ഓക്കെ, ഇതിലെനിക്ക് കണ്ടിന്യൂ ചെയ്യാം, അങ്ങനെ ഒരു തോന്നല്. ഈ പടം കഴിഞ്ഞപ്പോൾ ഇതിന്റെ ക്യാമറ മനുവിനോടും പറഞ്ഞല്ലേ, ഷാജോണുമായിട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, കാരണം അവാർഡ് ഭിന്നിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അത് ഇഷ്ടപ്പെട്ടു. അല്ല, ഷാജോ കൃത്യമായിട്ട് അതിനകത്ത് വന്നു പെട്ടു എന്നുള്ളതാണ്, സംസാരിച്ചു എന്നുള്ളതാണ്. ഷാജോണ് ഞാനിപ്പോൾ ഷാജോണ് ഇപ്പോൾ കഴിഞ്ഞ എല്ലാ 2 പടങ്ങളൊക്കെ പറയുന്നത് നമ്മുടെ അഭിനയിച്ച ഷാജോണ് കൊള്ളാം. എനിക്ക് വിഷയമല്ല, ഷാജോന് വേണമെങ്കിൽ കൂടെ വന്നു അല്ലേ? അല്ല, ചില ആളുകൾ ഒന്നിക്കുമ്പോഴാണ്. അതെ തീർച്ചയായും. മനുവിനെ നമുക്ക് ഭയങ്കര സിനിമകൾ അഭിനയിച്ചു. മനു എന്താണ് ഈ പറയുന്ന പോലെ നമുക്ക് ചില ആളുകൾ ഒരു ഭയങ്കര ഒരു വേവ് ലെങ്ത് ഉള്ള ചില ആളുകൾ കിട്ടും ചില ലൊക്കേഷനിൽ. ചില മനുവൊക്കെ ആയിട്ട് നമ്മൾ മിമിക്രി സൗഹൃദമാണ്. പണ്ട് മിമിക്രി ഉണ്ടായിരുന്നു. മിമിക്രി പറഞ്ഞുകൊണ്ടിരുന്ന സമയത്തുള്ള സ്ത്രീയൊക്കെ ഇറങ്ങിയ സമയത്ത് ചാടയായിരുന്നു ഇവൻ. ആ സമയത്തൊന്നും മൈൻഡ് ചെയ്തില്ലായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോ പിന്നെ ഭയങ്കര കേറി വരുമെന്ന് ഓർത്തിട്ടാ
സീരിയൽ കത്തി നിൽക്കായിരുന്നല്ലോ, അപ്പൊ നമ്മളൊന്നും മൈൻഡ് ചെയ്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഭയങ്കര സൗഹൃദത്തിലായിരുന്നു. മനു എവിടെ വന്നാലും നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താണ്, നമുക്ക് എന്ത് തമാശകളും പറയാം. അപ്പം അത് മനു ആയതുകൊണ്ടാണ് നമുക്ക് ഇപ്പം ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെയുള്ള തമാശകളൊക്കെ പറയാൻ പറ്റുന്നത്. അല്ല, മനുവിന് ഒത്തിരി മാറ്റണം. മനു പണ്ട് ഞാനൊക്കെ അറിയുന്ന കാലത്ത് നല്ല സാമ്പാറും വെജിറ്റേറിയൻ മാത്രം കഴിക്കും, പിന്നീട് അതിൽ നിന്ന് മാറുന്നു. അപ്പം മനുവിന്റെ വളർച്ച ആ രീതിക്കെല്ലാം. പിന്നെ ഇപ്പൊ ചോദിച്ചാലും വെയിറ്ററിനാന്ന് പറയുള്ളൂ, മനു വെയിറ്ററിന് മാത്രമേ കഴിക്കുള്ളൂ. കാശ് മുടക്കുന്നത് ഞാനാണ് വെയിറ്ററിനാന്ന് പറയുള്ളൂ. പൈസ മുടക്കുവാണെങ്കിൽ സാമ്പാർ ഇവിടെ നിർത്തുവാൻ നമുക്ക് ആകാലോ. അതെ അതെ. അല്ല, മനു ഒത്തിരി കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടല്ലേ, ഒത്തിരി സിനിമകൾ, ഒത്തിരി വേഷങ്ങൾ ചെയ്തിരിക്കും. മനു നമ്മൾ കാണുന്നൊക്കെ പല സിനിമയിലും പല വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. മനുവിന് വേണ്ടത്ര മറ്റ് ഡയറക്ടർമാർ കൊണ്ടുപോയി ഉപയോഗിക്കുന്നുണ്ട്, പല ഡയറക്ടർമാരും ഉപയോഗിക്കുന്നു. മനുവിന് എന്നും ഓർത്ത് വയ്ക്കാൻ പറ്റിയ ഒരു കഥാപാത്രം ഏതായിരിക്കും? ഞാൻ അങ്ങനെ പറയുകയാണെങ്കിൽ അത് ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അത് പറയാൻ എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഈ പടം ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നതല്ല, ഇത് ആദ്യ അവസാനം വരെ നിലനിൽക്കുന്ന ഏറ്റവും നല്ലൊരു കഥാപാത്രമാണ് ചന്ദ്രൻ എന്ന് പറഞ്ഞ കഥാപാത്രം. ഇതിനു മുമ്പ് പറഞ്ഞല്ലോ, ബ്രഹ്മപുരം അങ്ങനെ ഒരു പ്രത്യേക ഇതിനെ മാത്രം നോക്കിക്കണ്ടുകൊണ്ടൊരു ഇതിനകത്ത് പല സബ്ജക്റ്റുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ സിനിമ തീർച്ചയായിട്ടും എനിക്ക് വളരെയധികം ഗുണം ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും ചന്ദ്രൻ എന്ന് പറഞ്ഞ കഥാപാത്രം അങ്ങനെ ആകട്ടെ, അതാണ് നമുക്കും വേണ്ടത്. അത്തരം സിനിമകൾ ഇത്തരം വിശ്വാസമാണ് നമുക്ക്. ആ വിശ്വാസം ഒന്നും കൂടെ ഉറപ്പിച്ചു. എനിക്ക് ഇത്രയും കഥാപാത്രം ചെയ്തപ്പോഴും പറയുന്ന മനു ഇതെനിക്കൊന്നും കൂടെ ഗുണമുണ്ടാവും എന്നാണ് പറയുന്നത്. അതെ, അതാണ് അങ്ങനെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത് വളരെ യാദൃശ്യമായിട്ട് കയറി വന്ന ഒരു സംഭവമാണ്, പെട്ടെന്ന് കയറി വന്ന ഒരു കഥാപാത്രമാണ്. അപ്പം ഇത്രയും ഒരു മുഴുനീള കഥാപാത്രമാണെന്ന് എനിക്കങ്ങനെ അത് തോന്നിയില്ല പറഞ്ഞപ്പം. പക്ഷെ ചെയ്തു വന്നപ്പോൾ വളരെ മനോഹരമായെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഷാജോണിന് അതിനൊരു പേടിയുണ്ട്, പറയാതിരിക്കാൻ. നമ്മളെടുത്തെടുത്ത് പറയുന്നുണ്ട് ഇടയ്ക്ക്. അപ്പൊ മനുവാണ് ഇടയ്ക്ക് കയറി വന്നതല്ലേ? ഞാൻ ചെയ്യേണ്ട കഥാപാത്രമായിരുന്നു. ഞാൻ വിചാരിച്ചു ഞാൻ ചെയ്യേണ്ട കഥാപാത്രം അത് ഇവൻ അതാന്ന് വിചാരിച്ച സത്യം വന്നത്. വന്നു കഴിഞ്ഞപ്പോ ഞാൻ നോക്കുമ്പോ ഇവൻ വിക്രം നായരുടെ ഡയലോഗ് പഠിച്ചോണ്ടിരിക്കുക. അപ്പൊ ഞാൻ എല്ലാവരും പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, പഠിച്ചോട്ടെ, എല്ലാം പഠിച്ചു വെച്ചോട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അഭിനയിക്കുമ്പോൾ അങ്ങനെ ഇവൻ വിക്രം നായരുടെ ഡയലോഗ് പറയാ. പിന്നെ ഞാൻ പറഞ്ഞു, അല്ലെ അത് ഞാനാ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ചന്ദ്രന്റെ ഡയലോഗ് എല്ലാം. ഞാൻ കുറച്ചുകൂടെ വായിച്ച അക്രമം നായരായനെ. ഞാൻ പറഞ്ഞത് ഇത് മനസ്സിലാക്കാൻ വേണ്ടിട്ടേ, നമ്മളിപ്പോ എന്ത് മാത്രം ഡയലോഗ് പഠിച്ചാൽ പോരല്ലോ. ഇപ്പൊ അതിലേറ്റം നല്ല കമ്പനിയാണ്, നല്ല ബന്ധമാണ്, ഇതൊക്കെയാണ്. പക്ഷെ നമ്മള് സ്ക്രിപ്റ്റ് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് മറ്റേ എന്താ പറയുന്നതെന്ന് അറിയണമല്ലോ. അപ്പൊ എല്ലാവരും ഡയലോഗ് പഠിച്ചു വെക്കും. ഞങ്ങളുടെ ഡയലോഗ് എല്ലാം പറഞ്ഞു തരും, അവന്റെ ഡയലോഗ് തെറ്റിക്കുകയും ചെയ്യും. അതാ പറഞ്ഞു, ചില നേരത്ത് അക്രമം നായരാകുന്നുണ്ട്. ഞാൻ പറഞ്ഞു വേണ്ട, വർഷങ്ങളായിട്ട് പരിചയമുള്ള ആളാണ്, ഇതിവിടെ ചിലവാകില്ല, പിന്നെ അടങ്ങും. എല്ലാം കൊണ്ട് ഇടയ്ക്ക് ഈ പുകയുടെ കാര്യം ആലോചിക്കും. പുകയുടെ കാര്യം പറയുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ആകും, പിന്നെ അങ്ങോട്ട് പോകും, പിന്നെ വീട്ടിലേക്ക് എത്തും. തിരിച്ചത് വീട്ടിലാണ്. ഇനി കൂടുതൽ ചിരിക്കണ്ട, അത് വീട്ടിലെ കാര്യം. വീട്ടിലേക്ക് പെട്ടെന്ന് മനുവിന് ഒത്തിരി, ഞാൻ നേരത്തെ ഒത്തിരി ഡയറക്ടർമാരുണ്ട്. മനുവിന് എപ്പോഴും ഒരു നമുക്ക് പറയാൻ പറ്റുമോ, നമ്മളെ കൊണ്ടുവന്ന് നമ്മൾ ഇങ്ങനെ ആക്കിയെടുത്ത ഒരു ഡയറക്ടറിന്റെ പേര് പറയാൻ പറഞ്ഞാൽ പറയും? ഞാൻ അങ്ങനെ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഞാൻ ഷായോൻ പറഞ്ഞ പോലെ ഇടയ്ക്ക് സീരിയലും സിനിമയും ഒരുമിച്ച് കൊണ്ടുപോയ ഒരാളാണ്. എനിക്ക് സീരിയൽ പരിപൂർണമായിട്ടും സീരിയലായിട്ട് പോകാമായിരുന്നു. പക്ഷേ ഞാൻ അതിനുവേണ്ടി കുറച്ച് നമ്മൾ സിനിമ ഇല്ലായിരുന്നൊരു സമയമുണ്ട്. സീരിയൽ മാത്രമായിട്ട് വന്നിട്ട് ഞാൻ കുറച്ചാൾ സിനിമയ്ക്ക് വേണ്ടി മാറി വെയിറ്റ് ചെയ്തിരുന്നതുകൊണ്ട് കുറച്ച് ഗുണങ്ങളുണ്ടായിട്ടുണ്ട് എനിക്ക്. അപ്പം ഇന്നതെന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് പേര് നമ്മളെ സഹായിച്ചു. സിനിമകളിൽ വാസന്തി, ലക്ഷ്മി കഴിഞ്ഞിട്ട് കുറെ സിനിമകളുണ്ടായിരുന്നു. ഇപ്പം ഇന്ന ആളെന്ന് പറയാൻ നമുക്ക് പറ്റില്ല, ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു വ്യക്തികളെ മാത്രം. കുറച്ച് സിനിമയിൽ നിന്ന് മാറി എന്നപ്പോൾ ഒരു തിരിച്ചുവരവുണ്ടല്ലോ, ഉണ്ടായിരുന്നു. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു ചിലത് വേണ്ടെന്ന് വെക്കുമ്പോൾ നമുക്ക് കുറച്ച് ഗുണം ഉണ്ടാകും. ചെറിയ കഥാപാത്രങ്ങൾ ഒരുപാട് ഞാൻ ഒന്നും നോക്കാറില്ലായിരുന്നു. നേരത്തെ ഓരോ കഥാപാത്രങ്ങൾ വരുമ്പോൾ ഇന്നത് അത് ചെയ്യും ഇത് ചെയ്യുക ഒന്നുമില്ല, ഏത് കഥാപാത്രം വന്നാലും സ്വീകരിക്കും. അപ്പോൾ കുറച്ച് നമുക്ക് കുറച്ച് കഥാപാത്രങ്ങൾ വന്നപ്പോൾ നമ്മൾ മാറിയുന്നപ്പോൾ വെയിറ്റ് ചെയ്തതിൻ്റെ ഒരു ഗുണം ഉണ്ടായിട്ടുണ്ട്. പിന്നെ മനു എല്ലായിടത്തും ആക്റ്റീവാണ്. ഇപ്പം എവിടെ ചെന്നാലും മനു അവിടെ ഉണ്ടാവും. ഇപ്പം ഏറ്റവും ആദ്യം മനുവിനെ കണ്ടേ കയറാൻ പറ്റും. ഇടവേള വാച്ചനും മനുവിനോട് ചോദിച്ചിട്ട് എന്ത് കാര്യം അവിടെ ചെയ്യുള്ളൂ അറിയാം. അത്രയ്ക്ക് അധികം ഓൾഡുള്ള ഒരാളാണ് മനു. മനുവിനെ കാണാതെ കയറാൻ പറ്റില്ല. കാരണം അതിപ്പോൾ ആരും അമ്മൂക്കായാലും ആരാട്ടനാണെങ്കിലും മനുവിന്റെ മുമ്പിൽ തലകുനിക്കാതെ കയറാൻ പറ്റില്ല. മനുവോട് ഒപ്പിട്ട് മനു ഈ സാധനം ഇട്ട് കൊടുത്താലേ അകത്ത് കയറാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ചെല്ലുമ്പോൾ തന്നെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക, പിന്നെ എണീക്കാൻ പറ്റത്തില്ല. അവിടെ തന്നെയുള്ള എത്ര വർഷം അങ്ങനെ ഇരിക്കുന്നത്. അതെ. ഞാൻ കാണുന്ന കാലം തൊട്ട് മനു ഈ അമ്മയുടെ
രജിസ്ട്രേഷൻ കൗണ്ടറിലുണ്ട്. അതെല്ലാം നമ്മുടെ ഒരു സ്ഥാപനം, നമ്മളൊരു സംഘടന, നമ്മുടെ സ്വന്തം സ്ഥലം. സ്വന്തം സ്ഥലം. അതിപ്പം നമുക്ക് വേണ്ടിയിട്ടല്ല, എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ സഹകരിച്ച് എല്ലാവരും അതുപോലെ സഹകരിക്കുകയാണെങ്കിൽ സംഘടന എത്രയോ. അല്ല, അമ്മ ഷോയിലാണെങ്കിലും കേട്ടോ, മനു ചെയ്യാത്ത കാര്യങ്ങളില്ല ഇവിടെ. എല്ലാവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയും എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണ് മനു. അപ്പൊ എല്ലാവർക്കും ഭയങ്കര ഖത്തറിലേക്ക് പോകുന്നുണ്ടോ? ഹെൽപ്ഫുള്ളാ. ഖത്തറിൽ പോകണം, പിന്നെ എല്ലായിടത്തും പോകണമല്ലോ. 7-ാം തീയതി 7-ാം തീയതി ഖത്തർ ഷോയ്ക്ക്. പിന്നെ മനു എല്ലാവർക്കും വേണ്ട ഒരാളാണ്. പിന്നെ തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഈ പടവും എല്ലാവർക്കും വേണ്ട പോലെ വരണം. ഇതുവരെ കണ്ട പോലെയല്ല, ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയും. നമ്മൾ കഥയ്ക്ക് ഒരുപാട് ഇത് പറ്റുന്നതുകൊണ്ട് നമ്മൾ കഥ ഫുള്ള് പറയാത്തത്. ഇതിൻ്റെ അകത്ത് ഒരുപാട് ഈ പടത്തിൽ ബ്രഹ്മപുരം മാത്രമല്ല പലതും ഉൾപ്പെട്ടിട്ടുണ്ട്. നമ്മൾ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇത് കണ്ടേ പറ്റും. നമ്മൾ അനുഭവിച്ചതും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും അനുഭവിക്കാൻ ഇനി അനുഭവിക്കേണ്ടതായി വരുന്ന കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത്. അതാണ് പടത്തിന്റെ പേര് ഇതുവരെ. അതാണ് എനിക്ക് ആ ടൈറ്റിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് എപ്പോഴും പറയാം, ഒന്ന് പറയാം ഇതുവരെ. ഇതുവരെ എന്താണ് നിങ്ങൾ കണ്ടേക്കുന്നത്? ഇതുവരെ അല്ല, ഇനിയുണ്ട് ഇതുവരെ. ആ ടൈറ്റിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ടൈറ്റിലാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഇപ്പം മലയാളം വിട്ട് തമിഴിലേക്കൊക്കെ പോയിട്ട് വീണ്ടും തമിഴിലേക്ക് ഒരു യാത്രയൊക്കെ എങ്ങനെയുണ്ട്? ഇപ്പൊ തമിഴ് ഒരെണ്ണം കഴിഞ്ഞു. ഇപ്പൊ അതെ പ്രഭുദാസിന്റെ പടമായിരുന്നു നമ്മുടെ SJ സിനു എന്ന് പറയുന്ന മലയാളി ഡയറക്ടർ തന്നെയാണ്. അത് ലാസ്റ്റ് എൻ്റെ സോങ് ഒക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞാൽ പോസ്റ്റ് പ്രൊഡക്ഷൻ പരിപാടികളൊക്കെ തുടങ്ങും. നല്ല സിനിമയായിരിക്കും അത്. എനിക്ക് പേഴ്സണലി ആണെങ്കിലും വളരെയധികം ഇഷ്ടപ്പെട്ട കുറച്ച് ഹ്യൂമറൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു ക്യാരക്ടറാണ് തമിഴിലും. അപ്പോൾ അത് നന്നായി വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം അത് കഴിഞ്ഞു. ഇങ്ങനെ അതിൻ്റെ പരിപാടികളിലാണ് ഇപ്പോൾ. അല്ല, പ്രഭുദേവന്റെ കൂടെയാണ് അല്ലേ? അതെ. അത് ത്രൂ ഉണ്ട്. അത് എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു? അത് ഭയങ്കര രസമല്ലേ. അതേ ഈ പറഞ്ഞാലോ, തമിഴ് പിന്നെ അറിയാലോ, എല്ലാം വളരെ സിമ്പിളാണ്. അവർ നമ്മളെ വലിയ ബഹുമാനമാണ്, വലിയ സ്നേഹമാണ്. നമ്മളുടെ സിനിമകളെല്ലാം കാണുന്നവരാണ്. അപ്പോൾ ഓരോ സിനിമകളെക്കുറിച്ചും സംസാരിക്കും. പ്രഭുസാറാണെന്നുണ്ടെങ്കിലും പുതിയ ആക്ടേഴ്സിനെ കുറിച്ചും പുതിയ സിനിമകളെക്കുറിച്ചും ഒക്കെ ഒരുപാട് സംസാരിച്ചു. പക്രുവിൽ തുടങ്ങിയ കാര്യം പക്രു അദ്ദേഹത്തിനോടൊപ്പം അഭിനയിച്ചു. പക്രുവിന് വലിയ ഇഷ്ടമാണ്. അപ്പം പക്രുവിലാണ് ഞങ്ങൾ തുടങ്ങിയത്. പക്രുവിൻ്റെ കാര്യം പറഞ്ഞാണ് തുടങ്ങിയത്. പിന്നെ എല്ലാവരെയും കുറിച്ച് സംസാരിച്ച് വളരെ സിമ്പിളാണ്. ഇപ്പം തമിഴിലെ ഏത് ആക്ടേഴ്സാണല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അത് വലിയ അത്ഭുതമല്ല. അവരെ സംബന്ധിച്ച് എല്ലാവരെയും ബഹുമാനിക്കും, എല്ലാവരോടും വലിയ സ്നേഹവും ഇഷ്ടവും ഒക്കെയാണ്. അപ്പം അങ്ങനെ വളരെയധികം പോസിറ്റീവ് വൈബുള്ള ഒരാളായിരുന്നു. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തുന്നത്? ഈ പ്രഭുദേവന്റെ പെട്രാപ്പ് നമ്മൾ SJ സിനു അദ്ദേഹത്തിന്റെ ഇതിനു മുമ്പ് ഒരു സിനിമയിൽ ഞാൻ ഉണ്ടായിരുന്നല്ലോ. അതെ. അപ്പം അങ്ങനെ തന്നെയാണ്. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചെയ്ത സിനിമ ഇതായിരുന്നു. അപ്പം അങ്ങനെ അതിലേക്കും വന്നു. അപ്പം നല്ല പെർഫോം ചെയ്യാനുള്ളൊരു, നമ്മൾ മലയാളത്തിൽ കുറച്ച് മുൻപ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ടൈപ്പ് ഒരു ഹ്യൂമർ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ അത് തമിഴിലാകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഇളകി ചെയ്യാനുള്ളൊരു സ്പേസ് അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ എനിക്ക് തമിഴ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പേഴ്സണലി എനിക്ക് തമിഴ് ലാംഗ്വേജ് അത്യാവശ്യം കുറച്ച് അറിയാൻ, കേട്ടാൽ മനസ്സിലാവും, സംസാരിക്കാനും അറിയാം. ഞാൻ ഇതിന് മുമ്പ് ചെയ്തത് അറിയാലോ, നമ്മുടെ എന്തിരൻ 2 ആയിരുന്നു രജനി സാറിൻ്റെ പടം, ശങ്കർ സാറിൻ്റെ. അപ്പോൾ അതിൽ ഡബ് ചെയ്തത് ഞാൻ തന്നെയായിരുന്നു. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. അപ്പോൾ ഇതിലും അങ്ങനെ തന്നെ ഡബ് ചെയ്യണം. അതിൽ ഇതുമായിട്ട് വ്യത്യസ്തമായ കഥാപാത്രം. അതെ. അതൊരു പൊളിറ്റീഷ്യനായിട്ട് ഒരു മിനിസ്റ്ററുടെ ക്യാരക്ടറാണ്. അപ്പോൾ അങ്ങനെ ഇത് 2ാമത്തെ തമിഴ് പടമാണ്. അതും കഴിഞ്ഞു, ഷൂട്ട് കഴിഞ്ഞു. തമിഴിൽ നിന്നൊക്കെ ഓഫറുകൾ തീർച്ചയായും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ലത് അറിയാലോ, തമിഴിലോട്ടൊരു നമ്മൾ പടത്തിന് പോയി കഴിഞ്ഞാൽ കുറേ സമയം എടുക്കും. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കുറേ സിനിമകൾ വിടേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് നമുക്ക് നല്ല സിനിമകൾ നോക്കി ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ചുമ്മാ പോയി തമിഴിൽ പോയി ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം ദൈവാനുസരിച്ച് നമുക്ക് ഇവിടെയും സിനിമകളുണ്ട്. അപ്പോൾ ഇവിടെയും ചെയ്യാം. അതിനിടയ്ക്ക് വരുന്ന നല്ല ക്യാരക്ടേഴ്സ് നോക്കി അവിടെയും ചെയ്യാം. അതാണ് ഡയറക്ഷൻ. നമ്മുടെ അടുത്ത പരിപാടികൾ നമ്മൾ ഡിസ്കഷനിലാണ്. നമ്മൾ വരുമ്പോൾ നമ്മൾ നല്ല പരിപാടിയായിട്ട് വരും. അതിന് സമയം എടുക്കും. ഡിസ്കഷനും കൊണ്ട് തീരുവോ? ഒരു സിനിമയല്ലേ, പല ഡിസ്കഷൻ എത്രയായി ഉടനെ വരും. ഉടനെ ആദ്യം അലീനായിരിക്കും അറിയാം. തീർന്നിരിക്കുകയാണ്, ഏകദേശം തീരുമാനമായിട്ടിരിക്കുകയാണ്. ഉടനെ അറിയിക്കാം. നടൻ അതെല്ലാം പറയാം. എല്ലാം വലിയ വിശേഷങ്ങളാണ്. അതൊക്കെ വലിയ പടമാണ്. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുമ്പം നല്ല വലിയ സിനിമകൾ, നല്ല സിനിമകൾ, വലുതോ ചെറുതോ എന്നുള്ളതല്ല, പ്രേക്ഷകർക്ക് അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന സിനിമകൾ, എൻ്റർടൈനിങ് ആയിട്ടുള്ള സിനിമകൾ അത് ചെയ്യാന്നുള്ളതാണ് ആഗ്രഹം. അപ്പോൾ അത്തരത്തിലുള്ളൊരു സിനിമയായിരിക്കും അടുത്തത്. അതിൻ്റെ വിശേഷങ്ങൾ ഉടനെ ആദ്യം അലിയെ വിളിച്ച് പറയാം. വൈകില്ല. ഈ വർഷം ഉണ്ടാവുമോ? ഈ വർഷം ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ദൈവം അനുഗ്രഹിച്ച് ഈ വർഷം ഉണ്ടാവും. ഷൂട്ട് തീരും. അതെ, എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വർഷം റിലീസ് ചെയ്യും എന്ന് വിചാരിക്കുന്നു. പറയാൻ ഞാൻ പോയിട്ട് ഞങ്ങള് അല്ല മനു ഹിന്ദു ഇട്ട് കൊടുത്തു നോക്കി. അല്ല, ഞാൻ ഇതിന് മുമ്പിലത്തെ എല്ലാ ഇന്റർവ്യൂലും ചോദിക്കുന്നത് എനിക്ക് അപ്പോഴും ഇങ്ങനെ പറയാം. പക്ഷെ ഈ തവണ കുറച്ചും കൂടെ ഫൈനലായിട്ട് കിട്ടി. ഈ വർഷം തന്നെ സിനിമയുണ്ട്. അതെ. ഏറ്റവും നമ്മളില്ലെങ്കിൽ ആ വിവരം അറിയുന്നത് മനു പല കാര്യങ്ങളും പഠിക്കാനുണ്ടല്ലോ നമ്മളിൽ നിന്ന്. അങ്ങനെ പിന്നെ മനു ഒരു എൻസൈക്ലോപീഡിയ ആണല്ലേ. മനു ഉണ്ടാവും. ഷാജോന്റെ ഈ സിനിമയിൽ ഉണ്ടാവും. അലി പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തില്ല. അതെ.
കിട്ടിയില്ലെങ്കിൽ എന്നോട് ചോദിച്ചിട്ടുണ്ടോ? അപ്പൊ ഇവിടെ എനിക്കത് ഇഷ്ടപ്പെടാം. ഇങ്ങനെ വരുവാണ് അപ്പൊ ഞാൻ ഉണ്ടാവുമെന്ന്. അല്ല, നമുക്ക് കഥാപാത്രങ്ങൾ ചോദിച്ചാണെങ്കിൽ നമുക്ക് കിട്ടാൻ പറ്റില്ല. നമുക്ക് വേണ്ടി ഒരു സുഹൃത്തിന് വേണ്ടി ഒരു സിനിമ ചെയ്യാൻ പറ്റുമല്ലോ. അത് ഒരു ഡയറക്ടറും ഒരു പ്രൊഡ്യൂസറും കഴിയില്ല. അതിന് ചോദിച്ച കഥാപാത്രം തീർച്ചയായും അങ്ങനെയാണ്. നമ്മളൊക്കെ അങ്ങനെയാണല്ലോ. നമ്മൾ ഈ പറയുന്നത് പോലെ നമുക്ക് ആരോടും നമുക്ക് ഇപ്പോൾ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ഡയറക്ടേഴ്സും റൈറ്റേഴ്സും ഹീറോസും ഒക്കെ ഉണ്ട്. നമ്മളൊരിക്കലും നമ്മളെ അവരൊരു സിനിമയിൽ വിളിച്ചില്ലെന്നോ നമ്മളെ അവർക്കൊരു ചാൻസ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അവരുടെ വിഷമം തോന്നാൻ പാടില്ല. അതൊരു സിനിമ ഡയറക്റ്റ് ചെയ്തപ്പോഴാണ് കൂടുതൽ എനിക്കത് മനസ്സിലായത്. ഇതിനൊക്കെ ഒരുപാട് പരിമിതികളുണ്ട്. നമുക്ക് ആ സമയത്ത് നമുക്ക് കൃത്യമായിട്ടുള്ള നമുക്ക് സൗഹൃദങ്ങളല്ലോ, സൗഹൃദങ്ങൾ എന്നും വേണ്ടതാണ്. പക്ഷേ പ്രൊഫഷൻ വേറെ, സിനിമ വേറെ, സൗഹൃദങ്ങൾ വേറെ, അങ്ങനെ ആവണം എന്നുള്ളതാണ് എൻ്റെയും. അതുകൊണ്ട് തന്നെ നമ്മളൊരിക്കലും ഒരാൾ നമുക്ക് ഒരു വേഷം തന്നില്ല എന്ന് പറഞ്ഞാൽ ആരോടും ഒരു പിണക്കം തോന്നാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും. അപ്പം ഇതുവരെ കേട്ടതൊന്നുമല്ല സ്ക്രീനിൽ കാണാൻ പോകുന്നത്. നമ്മൾ ഇതുവരെ March 8 നന്നാവട്ടെ അല്ലേ? അതെ, സൂപ്പർ സിനിമയാവട്ടെ. താങ്ക് യു. ഈ സിനിമ കാണുന്നവർക്ക് നമ്മളിൽ ഒരാളായി മാറുന്ന കഥാപാത്രമായി മാറട്ടെ. നമ്മളൊരാൾ ഷാജോന്റെ കഥാപാത്രം നമ്മളൊരാളായി മാറട്ടെ, അല്ലെങ്കിൽ നമ്മുടെ അടുത്തൊരു ഒരാളായി മാറട്ടെ. അപ്പോൾ സൂപ്പർ സിനിമയാവട്ടെ. ഈ പറഞ്ഞ പോലെ താങ്ക് യു സോ മച്ച്. നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊക്കെ അനുഭവിച്ചാണ്, ഞാനൊക്കെ കൊച്ചിയിൽ നിന്ന് അനുഭവിച്ചാണ്. അത് നമുക്ക് അന്ന് അവിടെ എത്തിപ്പെടാൻ പറ്റില്ല. പക്ഷെ സിനിമയിലൂടെ, സ്ക്രീനിലൂടെ എന്തൊക്കെയാണ് ആളുകൾ അനുഭവിച്ചത് നമുക്ക് കാണാൻ പറ്റുന്ന സിനിമ. ഇനിയും ഒത്തിരി ഒത്തിരി നല്ല സിനിമകൾ ചെയ്യാൻ അവസരം ഉണ്ടാകട്ടെ. ഷാജോടാ മാത്രം തമിഴിലും മിന്നുന്ന പോലെ തന്നെ. എമ്പുരാനിൽ എങ്ങനെയാണ്? എമ്പുരാൻ എന്നെ ലൂസിഫറിൽ കൊന്നു കളഞ്ഞല്ലോ. അത് നമുക്കൊരു ഞാൻ രാജനോട് പറഞ്ഞു, രാജനോട് ഞാൻ വിളിച്ചു പറഞ്ഞു, ഒരു സൂചന തന്നിരുന്നെങ്കിൽ ഞാൻ ഒഴിഞ്ഞു മാറിയാനെന്ന് പറഞ്ഞു. അത് അല്ല, ഞാനത് അതിലേക്കാ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ച് അവിടെ കൊന്നു കളഞ്ഞില്ലെങ്കിൽ അതെ അതെ ഇന്നിവിടെ ഇരിക്കില്ല, അമേരിക്കയിൽ അമേരിക്ക ഇരിക്കേണ്ടതാണ്. അതൊരു വല്ലാത്തൊരു കൊലയായിപ്പോയി അല്ലേ? ചതിയായിപ്പോയി, ഭയങ്കര ചതിയായിപ്പോയി. അടുത്ത പടത്തിൽ കോമ്പൻസേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് രാജു. ഉണ്ട് പിന്നെ നമ്മള് ഉണ്ടെങ്കിലും അതെ പറയാൻ പറ്റില്ല. മുരളിഗോപിയുടെ എഴുത്തല്ലേ, ഒന്നും പറയാൻ പറ്റത്തില്ല. അല്ല, ഗംഭീര സിനിമയാന്ന് ആയിരിക്കും. ആണല്ലോ, ഗംഭീര സിനിമയായിരിക്കും. നമ്മൾ അറിഞ്ഞത്രയും അതൊരു ഒരു ഗംഭീര സിനിമയായിരിക്കും. ആവട്ടെ, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും. എത്ര ഷെഡ്യൂളാണുള്ളത്? അതെ, അമേരിക്ക തൊട്ട് ഇങ്ങോട്ട് വരുവാണ്. ചെന്നൈ, കേരളം ഒക്കെ ഉണ്ട് ഷെഡ്യൂൾ. അബുദാബി എന്ന് പറയുന്നു. വലിയ സിനിമയായിരിക്കും. പക്ഷെ നമ്മളെ കൊന്നു കളഞ്ഞാൽ മാത്രം നമുക്കൊരു വിഷയം. അല്ല, അത് കുഴപ്പമില്ല. സിനിമ നന്നാവട്ടെ. നമ്മളോട് പിന്നെ നമ്മൾ മരിച്ചാലും ഇപ്പൊ ചോദിക്കുന്നുണ്ടല്ലോ എമ്പുരാനില്ല. അത് തന്നെയാണ് ആ കഥാപാത്രം. പെട്ടെന്ന് ഓർമ്മയിലേക്ക് ഞാൻ ചോദിക്കണമെന്ന് പെട്ടെന്ന് അതാ, അത് ഓർമ്മ വരുമ്പോഴേ ചോദിക്കാൻ പറ്റുള്ളൂ. ഒരിക്കലും അത് 100 കോടി ഒക്കെയാണ് പറയുന്നത് ഇപ്പോൾ, വലിയ ബജറ്റ് സിനിമ. ഇതിലും കൂടുതലാവാനേ സാധ്യതയുള്ളൂ എന്ന് തോന്നുന്നു. ഗംഭീരമാവട്ടെ എന്തായാലും. അതും ഗംഭീരമായിട്ട്, എല്ലാ സിനിമകളും ഗംഭീരമായിട്ട്. ഇപ്പം തിയേറ്ററിലേക്ക് 4 സിനിമകൾ 4ഉം ഹൗസ്ഫുള്ളായിട്ട് ഓടുന്നു. സിനിമയുടെ ഒരു കാലമാണ്. പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന സിനിമകൾ കൊടുത്താൽ പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്ന കാലമാണ്. അതിന് ഞാനും. അപ്പം ഇഷ്ടപ്പെടുന്ന സിനിമകൾ കൊടുക്കുക, കെട്ടിയേൽപ്പിക്കാതിരിക്കുക. സിനിമ ഇഷ്ടമായ പ്രേക്ഷകർ വരും. ഈ സിനിമയും ഇഷ്ടപ്പെട്ട് പ്രേക്ഷകർ വരട്ടെ. ഇതിൻ്റെ ഒരു 25-ാം ദിവസം 50-ാം ദിവസം ആഘോഷിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടാകട്ടെ. താങ്ക് യു. ഒത്തിരി സന്തോഷം. താങ്ക് യു.